ആരോഗ്യ വകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ല. അവർ മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കും. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തണം. വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളും വാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല. അങ്ങനെ ചില ആളുകൾ UDF-കാരും ചില മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് BJP പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് കേരളം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും. അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങളൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ K. സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ? MV ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് BJPയെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? എല്ലാവർക്കും എന്താണെന്ന് അതിൽ പറയാനുള്ളത്? മന്ത്രിക്ക് എന്താണ് അവിടെ റോളുള്ളത്? പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെ വ്യതിരിക്കും? ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം. അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെയാണ്. അതാണ് മര്യാദ. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുപരിപാടികളിലും ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും BJPയോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. അയാളെ മന്ത്രി കസേരയിൽ അയാൾ പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങൾ താഴെ ഇരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്ന ശരിയാണോ? അതിന് ഞാൻ പറയട്ടെ അതിന് ആദ്യം VD സതീശനെ പോലെ തലയിൽ ആട് താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ആണെന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പാകിസ്ഥാനോടും ഇന്ത്യ വിഭജനക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയോടും അതിന്റെ പിൻഗാമികളോടും എല്ലാം എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ചിന്തിക്കുന്നവർ, ഇന്ത്യ വിരുദ്ധരെ, ദേശവിരുദ്ധരെ, വിധ്വംസക ശക്തികളെ